നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നിലവിൽ UPI ലൈറ്റ് ഒഴികെയുള്ള സാധാരണ ഇടപാടുകൾക്ക് പിൻ വേണം. പുതിയ രീതി അനുസരിച്ച് ഫോണിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഫ്രണ്ട് ക്യാമറയിൽ മുഖം കാണിച്ച് ഇനി മുതൽ ഇടപാടുകൾ നടത്താം. ഒരു ഇടപാടിൽ 25% സമയം ലാഭിക്കാം. രാജ്യത്തെ 70% സ്മാർട്ട് ഫോണുകളിലും ബയോമെട്രിക് സ്കാനിംഗ് സാധ്യമാണെന്ന് NPCI അറിയിച്ചു. ഫീച്ചർ നിങ്ങളുടെ UPI ആപ്പിൽ ലഭ്യമായി തുടങ്ങിയാൽ സെറ്റിംഗ്സിൽ നിന്നും ബയോമെട്രിക്സ് ഇനേബിൾ ചെയ്യണം. ഫിംഗർ പ്രിന്റും മുഖവും രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് പേയ്മെന്റ് നടത്തുമ്പോൾ ബയോമെട്രിക് തിരഞ്ഞെടുക്കുക. ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ മുഖം റീഡ് ചെയ്യുന്നതോടുകൂടി ഞൊടിയിടയിൽ ഇടപാട് പൂർത്തിയാകും. പുതിയ സംവിധാനം വന്നെങ്കിലും പിൻ നമ്പർ ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. മറ്റു പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. സ്മാർട്ട് ഗ്ലാസ് വഴി പണമിടപാട്. ഫോണിന്റെ ക്യാമറ തുറന്ന് QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം ഇനി സ്മാർട്ട് ഗ്ലാസ് ഉള്ളവർ അത് വെച്ച് QR കോഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. പണമിടപാട് നടത്തുവാൻ സാധിക്കും. മെറ്റ സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ച് NPCI ഇതിന്റെ ഡെമോ ഇന്നലെ അവതരിപ്പിച്ചു. നോക്കിയിട്ട് എത്ര രൂപ അടയ്ക്കണമെന്ന് വോയിസ് കമാൻഡ് കൊടുത്താൽ മതി. ഒരു ഇടപാടിൽ 1000 രൂപ വരെ ഇങ്ങനെ അയക്കാം. UPI ലൈറ്റ് സൗകര്യമാണ് സ്മാർട്ട് ഗ്ലാസുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡെബിറ്റ് കാർഡിന് പകരം ഇനി ആധാർ കാർഡ്. UPI അക്കൗണ്ട് തുടങ്ങുക, പിന്നെ റീസെറ്റ് ചെയ്യുക എന്നതിന് നിലവിൽ ഡെബിറ്റ് കാർഡും അനുബന്ധ വിവരങ്ങളും ആവശ്യമാണ്. ഡെബിറ്റ് കാർഡ് ലഭ്യമല്ലെങ്കിൽ ആധാർ നമ്പറും മുഖവും സ്കാൻ ചെയ്താൽ ഇതെല്ലാം ഇനി സാധ്യമാകും. ആധാർ ഫേസ് വെരിഫിക്കേഷൻ സൗകര്യമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. UPI ക്യാഷ് പോയിന്റ്. ATM ലഭ്യമല്ലാത്ത വിദൂര മേഖലകളിൽ ബാങ്കിംഗ് സൗകര്യം നൽകുന്ന ബിസിനസ് കറസ്പോണ്ടർമാരിൽ നിന്നും UPI വഴി കറൻസി വാങ്ങാം. പണം വേണ്ട വ്യക്തി ബാങ്ക് മിത്രയുടെ QR കോഡ് സ്കാൻ ചെയ്ത് UPIയിലൂടെ ഡിജിറ്റലായി പണം നൽകുക. തത്തുല്യമായ കറൻസി ബാങ്ക് മിത്ര നിങ്ങൾക്ക് നൽകും. ഇനി ഡോളർ വാങ്ങാം. ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി UPI ഇടപാടിലൂടെ നിങ്ങൾക്ക് US ഡോളർ വാങ്ങാം. വിദേശത്തേക്കടക്കം പണം അയക്കുന്നത് ഇനി എളുപ്പമാകും. ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, SBI എന്നിവ ക്രെഡ്, മൊബിക്വിക്ക് എന്നീ ആപ്പുകളിലൂടെ സേവനങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ജോയിന്റ് അക്കൗണ്ടുകൾ. പണമിടപാട് നടത്തുവാൻ ഒന്നിലേറെ ആളുകളുടെ അനുമതി വേണ്ട. അക്കൗണ്ടുകളിലും ഇനി UPI സിസ്റ്റം ഉപയോഗിക്കാം. ഒരാൾ അയാളുടെ പിൻ നൽകി ഇടപാടുകൾ തുടങ്ങി വെക്കണം. മറ്റുള്ളവർ അവരവരുടെ പിൻ ഉപയോഗിച്ച് ഇത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഇടപാട് പൂർത്തിയാകും. ചലാൻ. ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിലെ ചലാൻ ഓപ്ഷനിൽ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ നൽകിയാൽ ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിലുള്ള ചലാനുകൾ കാണുവാനും തുകയടയ്ക്കുവാനും ഇനി മുതൽ സാധിക്കും. UPI സർക്കിളുകൾ. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്വന്തം ഫോണിൽ UPI വഴിയുള്ള പണമിടപാട് നടത്തുവാൻ UPI സർക്കിൾ സംവിധാനം വിപുലീകരിച്ചു. കുട്ടികൾ നിലവിൽ നടത്തുന്ന ഓരോ ഇടപാടിനും രക്ഷിതാവിന്റെ അനുമതി വേണമായിരുന്നു. പുതിയ ഫീച്ചർ അനുസരിച്ച് ഇനി 1 മാസത്തേക്ക് നിശ്ചിത പരിധി പരമാവധി 15,000 രൂപ വരെ രക്ഷിതാവിന് ക്രമീകരിക്കാം. ഓട്ടോപേ പോർട്ടബിലിറ്റി. OTT സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള സംവിധാനം പലരും ഉപയോഗിക്കാറുണ്ട്. വിവിധ UPI ആപ്പുകളിൽ ഒട്ടേറെ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഇവ മാനേജ് ചെയ്യുക എളുപ്പമായിരിക്കില്ല. ഇനി നിങ്ങളുടെ എല്ലാ സബ്സ്ക്രിപ്ഷനുകളും ഏതെങ്കിലും ഒരു UPI ആപ്പിലേക്ക് എളുപ്പത്തിൽ പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.